ഭാഗം 5. സാരി മാറ്റിയൊരു ചുരിദാർ ഇട്ടുകൊണ്ടാണ് ഗൗരി പുറത്തേക്ക് വന്നത്. ഹാളിൽ ആരുമില്ല. ഉമ്മറത്ത് നിന്ന് ആരവിൻ്റെയും ഗാദിയുടെയും ശബ്ദം കേൾക്കാം. അടുക്കളയിലേക്ക് നടന്നു അവൾ. ചായ എടുക്കുന്ന അമ്മയ്ക്കടുത്ത് നിൽപ്പുണ്ട് രജിത. ഗൗരിയുടെ അച്ഛൻ കൃഷ്ണചന്ദ്രൻ്റെ ഒരേ ഒരു പെങ്ങളാണ്. ഭർത്താവ് മനോജ്, 2 ആൺമക്കൾ, ആദിത്യനും ആരവും. ആദി ബാങ്കിൽ ജോലിയാണ്. ആരവ് ഡിഗ്രിക്ക് പഠിക്കുന്നു. ആ മോളെ, നീ വന്നോ? വാതിൽക്കൽ ഗൗരിയെ കണ്ടതും രജിത ചിരിയോടെ വന്നവളുടെ കൈ പിടിച്ചു. അതിൽ തെല്ലൊന്ന് അമ്പരന്നു ഗൗരി. അമ്മയെ നോക്കിയപ്പോൾ അവിടെയും അതേ ഭാവം. അപ്പച്ചി എപ്പോൾ വന്നു? ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരമേ ആയുള്ളൂ. മോളങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. തുണിക്കടയിൽ നല്ല പണിയുണ്ടാവുമല്ലേ? ഗൗരി അതിനൊന്ന് ചിരിച്ചതേയുള്ളൂ. അപ്പച്ചിയുടെ സ്നേഹപ്രകടനം എന്തിനാണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല. കുറേ ആയി ഇങ്ങോട്ട് വരാൻ ഞങ്ങൾ ആലോചിക്കുന്നു. മനോജ് ഏട്ടന് എന്നും തിരക്കാണ്. ഏട്ടത്തിക്ക് അറിയാലോ. ഇന്നും അത്യാവശ്യമായിട്ട് എവിടെയോ പോയതാ. അതാ ഞങ്ങളുടെ കൂടെ വരാഞ്ഞേ. രജിത പറയുന്നത് കേട്ട് ശോഭ തലയാട്ടി. കൃഷ്ണേട്ടൻ ഉണ്ടായിരുന്ന കാലത്ത് ആഴ്ചയിൽ വന്നുകൊണ്ടിരുന്ന ആളുകളാണ്. ലീവിന് വന്നാൽ പോകുന്നത് വരെ രജിത തറവാട്ടിൽ കാണും. അവർക്കൊക്കെ ഇപ്പോൾ തിരക്കാണെന്ന്. വിജയേട്ടനോ ഏടത്തിയോ വിളിക്കാറുണ്ടോ ഏടത്തി? രജിത വീണ്ടും ചോദിച്ചു. അവിടുന്ന് പോന്നതിൽ പിന്നെ എന്നെയും മക്കളെയും ആരും തിരക്കിയിട്ടില്ല. ശോഭ ലേശം കൊള്ളിച്ചു പറഞ്ഞതും രജിത നിശബ്ദയായി. എല്ലാവർക്കും ഓരോ തിരക്കല്ലേ ഏടത്തി, അതാവും. ആരെയും നോവിക്കാത്ത രീതിയിൽ രജിത അതിന് മറുപടി കൊടുത്തു. എനിക്കതിൽ പരാതിയൊന്നുമില്ല രജിതേ. ചായ വെച്ച ട്രേ എടുത്തുകൊണ്ട് ശോഭ ഡൈനിങ് റൂമിലേക്ക് നടന്നു. പിന്നാലെ പലഹാരപാത്രങ്ങളുമായി ഗൗരിയും. ആദി ഒരു കസേരയിൽ ഇരിപ്പുണ്ട്. സെറ്റിയിലിരുന്ന് കാര്യമായി കഥ പറയുകയാണ് ആരവും ഗാഥയും. ചെറുപ്പം മുതലുള്ള കൂട്ടാണ് അവരുടേത്. കൃഷ്ണചന്ദ്രൻ്റെ തറവാട്ടിൽ നിന്ന് ആകെ വിളിച്ച് വിശേഷം തിരക്കുന്ന ഒരേ ഒരാൾ. അന്നും ഇന്നും അവന് ഗൗരിയുടെ കുടുംബത്തോടുള്ള മനോഭാവത്തിന് മാറ്റമില്ല. ചായ കുടിച്ചിട്ടിറങ്ങാമെന്ന് വിചാരിച്ചാ ഞങ്ങൾ വന്നത്. ഒരു കസേര വലിച്ചിട്ടിരുന്നു കൊണ്ട് രജിത പറഞ്ഞു. ഇനിയിപ്പോൾ നാളെ പോയാൽ പോരെ? ശോഭ എല്ലാവർക്കും ചായ കൊടുക്കുന്നതിനിടയിൽ ചോദിച്ചു. അതെ, നാളെ പോയാൽ പോരെ? ആരവും അവർക്കടുത്തേക്ക് വന്നിരുന്നു. ഗാഥ ഗൗരിക്കൊപ്പം ചെന്ന് നിന്നു. തിരിച്ചു ചെല്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയത്. കാര്യം ഒന്നും പറയാതെ പറ്റില്ലല്ലോ. രജിത എല്ലാവരെയും ഒന്ന് നോക്കി. എന്തോ കാര്യമായി അവർക്ക് പറയാനുണ്ടെന്ന് ഗൗരിക്ക് നേരത്തെ മനസ്സിലായിരുന്നു. ആദിയുടെ വിവാഹം നടത്താമെന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു. എല്ലാവരുടെയും നോട്ടം ഗൗരിയിലേക്ക് നീണ്ടു. അവൾ ഭാവഭേദമൊന്നുമില്ലാതെ അവരെ നോക്കി നിന്നു. ഒരിക്കൽ പോലും ആദിക്ക് നേരെ നോട്ടം പോകാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു. നമ്മുടെ ദീപ്തിയാണ് കുട്ടി. ഇത്തവണ ഗൗരിയിൽ ഒരു ഞെട്ടലുണ്ടായി. ദീപ്തി, വിജയചന്ദ്രൻ്റെ 2ാമത്തെ മകൾ. മൂത്തയാൾ ദീപയുടെ വിവാഹം നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു. ആദിയേട്ടനും ഗൗരിയേച്ചിയും നല്ല ചേർച്ചയാ. ദീപ്തി ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ചെവിയിൽ മുഴങ്ങുന്നത്. ആ അവളാണ് തൻ്റെ പകരക്കാരി. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? ചോദിക്കണ്ട എന്ന് കരുതിയെങ്കിലും ശോഭ ചോദിച്ചുപോയി. അത് വിജയേട്ടന് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു ഏടത്തി. മനോജേട്ടനും സമ്മതം. ആലോചിച്ചപ്പോൾ എല്ലാം നമ്മുടെ കുട്ടികളാണല്ലോ. രജിത പറയുമ്പോൾ ആദി ഗൗരിയെ നോക്കാതെ കുനിഞ്ഞിരുന്നു. അല്ല അപ്പച്ചി, എല്ലാം നിങ്ങളുടെ കുട്ടികളല്ല. ഗാഥയുടെ സ്വരമുയർന്നു. ഗൗരി അവളുടെ കയ്യിലൊന്ന് അമർത്തിപ്പിടിച്ചു. അങ്ങനെയായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് എല്ലാവരും കൂടി കൈവശപ്പെടുത്തിയില്ലായിരുന്നു. എൻ്റെ ഗൗരി ചേച്ചിക്ക് പറഞ്ഞു വച്ചിരുന്ന വിവാഹം മറ്റൊരാളിലേക്ക് എത്തിപ്പെടില്ലായിരുന്നു. ഗാഥ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു. രജിതയുടെ മുഖം മങ്ങിയെങ്കിൽ ആരവിൻ്റെ മുഖത്ത് ചിരിയാണ്. നിശ്ചയം അടുത്ത മാസം 20-നാണ്. ബന്ധുക്കളൊക്കെ വരുമ്പോൾ നിങ്ങൾ എവിടെയെന്ന് ചോദിക്കില്ലേ? അതുകൊണ്ട് വന്ന് പറഞ്ഞെന്നേയുള്ളൂ. രജിത നീരസത്തോടെ പറഞ്ഞു. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ഗൗരി വെറുതെ അവരെ നോക്കി ഒന്ന് ചിരിച്ചു. ശോഭ മകളെ തന്നെ നോക്കി. അവളുടെ നെഞ്ചു പൊടിയുന്നുണ്ടോ? ഒരിക്കൽ എല്ലാവരും സന്തോഷത്തോടെ എടുത്ത തീരുമാനത്തിൽ അവളുടെ മനസ്സ് മോഹിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ലേ? ഗൗരി ഒന്ന് പുറത്തേക്ക് വരാമോ? ആദിത്യൻ പെട്ടെന്ന് എണീറ്റ് ചോദിച്ചതും അവളൊന്ന് പതറി. ഗാഥ അവളുടെ കയ്യിൽ തന്നെ പിടിച്ചു നിന്നു. ആദി പുറത്തേക്ക് നടന്നു. രജിതയുടെ മുഖത്തും അന്താളിപ്പാണ്. ഗാഥയുടെ കൈ വിടുവിച്ച് ഗൗരി പുറത്തേക്ക് ചെന്നു. അവിടെ ആദി അവളെ കാത്തെന്ന പോലെ നിൽപ്പുണ്ട്. എന്താ ആദിയേട്ടാ? സാധാരണ രീതിയിലുള്ള അവളുടെ ചോദ്യത്തിൽ അവനൊന്ന് പകച്ചു. അത് ഗൗരി, ഒന്നും എൻ്റെ തീരുമാനമല്ല. ഒക്കെ അമ്മയും അച്ഛനും അമ്മാവനും കൂടി തീരുമാനിച്ചതാണ്. അനുസരിക്കല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ഗൗരി ഒന്നും മിണ്ടിയില്ല. എല്ലാവരും കൂടി പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാനും കരുതിയില്ല ഗൗരി. നന്നായി ആദിയേട്ടാ, നന്നായേ ഉള്ളൂ. ഗൗരിക്ക് വിഷമമുണ്ടോ? അവൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷ്മമായി നോക്കി.
എന്തിന്? നമ്മുടെ വിവാഹം എന്തായാലും നടക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അല്ലെങ്കിൽ തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ഒരു വാക്കുകൊണ്ടെങ്കിലും ആദിയേട്ടൻ അവരോട് എതിർത്തു പറയുമായിരുന്നു. അവൻ്റെ മുഖം വിളറി. ഗൗരിയെ വിവാഹം കഴിക്കാൻ എനിക്കിപ്പോഴും സമ്മതമാണ്. അതെല്ലാവരോടും പറയാനും എനിക്ക് ധൈര്യക്കുറവില്ല. അവൻ പെട്ടെന്ന് പറഞ്ഞു. എന്തിന്? ഇത്രയും തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് അവരോടിനി എന്തു പറയാൻ? ഗൗരി ഒന്ന് ചിരിച്ചു. ഇനി ഒരു പെൺകുട്ടിയുടെ സങ്കടത്തിനു കൂടി കാരണമാവരുത് ആദിയേട്ടാ. നിങ്ങൾക്ക് നല്ലത് വരാൻ ഞാൻ പ്രാർത്ഥിക്കാം. അവൻ്റെ മറുപടിക്ക് കാക്കാതെ ഗൗരി വീടിനുള്ളിലേക്ക് കയറി. രജിതയുടെ മുഖത്ത് ആശങ്ക തെളിഞ്ഞു കണ്ടു. നമുക്കെങ്കിൽ ഇറങ്ങാം ആദി, വന്ന കാര്യം കഴിഞ്ഞല്ലോ. ഗൗരിക്ക് പിന്നാലെ കയറി വന്ന ആദിയെ കണ്ടു രജിത എണീറ്റു. ഏടത്തി, കഴിഞ്ഞതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ചടങ്ങിന് വരാതിരുന്നാൽ അതിന് ഞങ്ങൾക്കായിരിക്കും പഴി. ഭർത്താവിൻ്റെ കുടുംബത്തോട് ഏടത്തിക്ക് സ്നേഹമൊന്നുമില്ലെങ്കിലും ഈ കുട്ടികളെ കൂടി അകറ്റി നിർത്തരുത്. എല്ലാ പഴിയും ശോഭയ്ക്ക് നേരെ ചൊരിഞ്ഞു രജിത. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ വരും രജിതയെ. ഞാൻ അവരെ തടഞ്ഞു നിർത്തിയിട്ടില്ല. ഇത്തവണ ശോഭയുടെ സ്വരവും കടുത്തു. ഇവിടുന്ന് ആരും വരില്ല അപ്പച്ചി, ഞങ്ങളെ പ്രതീക്ഷിക്കണ്ട. അറുത്തുമുറിച്ചതുപോലെ ഗാഥയും പറഞ്ഞു. ഇരുണ്ട മുഖത്തോടെ രജിത പുറത്തേക്കിറങ്ങി. എല്ലാവരെയും ഒന്ന് നോക്കി ആദ്യം പുറത്തേക്ക് പോയി. ഞാൻ എന്നാ നാളെ വന്നാൽ പോരെ അമ്മേ? ആരവ് ചോദിച്ചുകൊണ്ട് അവർക്ക് പുറകെ ചെന്നു. ഇങ്ങോട്ട് വന്ന് കേറ് ചെറുക്ക. രജിത ദേഷ്യം പിടിച്ചതും ആരവ് ഓടിച്ചെന്ന് കാറിൽ കയറി. മൂവരെയും നോക്കി കൈവീശുന്നതിനിടെ ഗാഥയെ നോക്കിയൊന്ന് കണ്ണിറുക്കാനും അവൻ മറന്നില്ല. ചേച്ചിക്ക് സങ്കടമുണ്ടോ? രാത്രിയിൽ ഗൗരിയെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ ഗാഥ ചോദിച്ചു. എന്തിനാ സങ്കടം? അവിടുന്ന് പോന്നപ്പോൾ തന്നെ ഞാൻ അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞതാണ്. അവൾക്ക് മറുപടി കൊടുക്കുമ്പോൾ സ്വരം പതറാതിരിക്കാൻ ഗൗരി ശ്രദ്ധിച്ചു. എല്ലാവരും കൂടി പറഞ്ഞ് മനസ്സിൽ കുടിയിരുത്തിയതാണ്. അതുവരെ ആദിയേട്ട എന്ന് വിളിച്ച ആളെ ചുറ്റിപ്പറ്റി നടന്നതാണ്. ഇരുവരെയും ഒരുമിച്ച് ചേർക്കാമെന്ന് കുടുംബക്കാർ തീരുമാനിച്ചപ്പോൾ ആദ്യം അമ്പരപ്പായിരുന്നു. പിന്നെ എപ്പോഴോ കുഞ്ഞൊരു സ്നേഹം ഇരുവരിലും ഉടലെടുത്തിരുന്നു. തനിക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിലുള്ള നോട്ടവും ചിരിയും ഒക്കെ കൊണ്ട് പതിയെ ആളെ ഹൃദയം സ്വീകരിച്ചു തുടങ്ങിയിരുന്നു. തറവാട്ടിൽ അധികപ്പറ്റായി എന്ന് തോന്നിയ നിമിഷം അവിടെ നിന്നിറങ്ങുമ്പോൾ തനിക്കായി ഒരു വാക്ക് പറയുമെന്ന് കരുതി. ഒരു ചേർത്ത് നിർത്തൽ താനും പ്രതീക്ഷിച്ചിരുന്നു. ഒന്നും ഉണ്ടായില്ല. വിവാഹം മുടങ്ങി എന്നല്ലാതെ തൻ്റെ ഉള്ളിലെ ഇഷ്ടമൊന്നും അമ്മയ്ക്കോ ഗാഥയ്ക്കോ അറിയില്ല. അത് അങ്ങനെ തന്നെ അവസാനിക്കട്ടെ. ഗാഥയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ചു കിടന്നു അവൾ. രാവിലെ പതിവ് പോലെ ജോലിക്ക് പോകാനായി ഒരുങ്ങുമ്പോൾ ശോഭ വന്ന് ഗൗരിക്കടുത്ത് നിന്നു. എന്താ അമ്മേ? അവർക്കെന്തോ പറയാനുണ്ടെന്ന് തോന്നിയതും ഗൗരി ചോദിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും പിടിപ്പുകേട് കൊണ്ട് മോൾക്ക് കിട്ടാവുന്ന ഒരു നല്ല ജീവിതം ഇല്ലാതായി പോയെന്ന് തോന്നുന്നുണ്ടോ? സാരിയുടെ മുന്താണി വൃത്തിയിൽ പിൻ ചെയ്തുകൊണ്ട് അവൾ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. അച്ഛൻ നമ്മുടെ കൂടെ നിന്ന് പോയതിൻ്റെ അത്ര സങ്കടമൊന്നും എനിക്കില്ല അമ്മേ. അവൾ കളിയോടെ അവരുടെ കവിളിലൊന്ന് നുള്ളിവിട്ടു. എന്നാലും എൻ്റെ അമ്മേ, അന്ന് അങ്ങനെ ഒരു ആലോചന വെക്കുമ്പോൾ ഭാവിയിൽ വന്നു ചേരുന്ന സ്വത്തിലും അപ്പച്ചിക്കും മാമനും കണ്ണുണ്ടായിരുന്നു. ഇനി അതിനൊന്നും നമുക്ക് പറ്റില്ല എന്നും അവർക്കറിയാം. അപ്പോൾ അത് കിട്ടുന്നിടത്തേക്ക് അവർ മാറ്റി ചിന്തിച്ചു. ശോഭ ഒന്നും മിണ്ടിയില്ല. ഗാഥയും കൂടി അവർക്കടുത്തേക്ക് വന്നു. ഇനി അതൊന്നും ആലോചിക്കണ്ട. വൈകിട്ട് രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ പോകണം. ഇന്നലെ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് ഇന്നിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാകേട്ടോ. ഇരുവരോടുമായി പറഞ്ഞിട്ട് ഗൗരി പുറത്തേക്കിറങ്ങി. വേഗത്തിൽ മുന്നോട്ട് നടക്കുമ്പോൾ കണ്ണ് ചെറുതായി ഒന്ന് നീറി. എത്രയില്ലാന്ന് ഭവിച്ചാലും ഉള്ളിലൊരു നോവ് ഉടലെടുക്കുന്നുണ്ട്. ആദ്യമായി മനസ്സിൽ തോന്നിയൊരു ഇഷ്ടമാണ്. പ്രണയമൊന്നും അല്ലെങ്കിലും ഇനിയുള്ള ജീവിതം ആളുടെ കൂടെയാണെന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹം. അതിന് നാളെ മുതൽ മറ്റൊരവകാശി. അതാണ് വിധി. അവളൊന്ന് നിശ്വസിച്ചു. സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ അവൾ എല്ലാം മറന്നു കളയാൻ ആഗ്രഹിച്ചു. രാവിലെയുള്ള ഈ ഓട്ടവും ജോലിയും അമ്മയും ഗാഥയും ഒക്കെയാണ് തൻ്റെ ജീവിതം. ബാക്കിയൊന്നും ഇനി ഓർക്കേണ്ടതില്ല. അഞ്ജലി ഇന്നില്ലേ ചേച്ചി? അടുത്തു നിന്നൊരു ചോദ്യം കേട്ട് ഗൗരി തിരിഞ്ഞു നോക്കി. ഡെയ്സിയാണ്. തലേന്ന് കണ്ട പരിചയത്തിൽ ഗൗരി ഒന്ന് ചിരിച്ചു. കണ്ടില്ല, വരുന്നേ ഉണ്ടാവൂ. ഡെയ്സിയും ചിരിച്ചു. സന സിൽക്സിലാണല്ലേ ജോലി? അതെ. ഡെയ്സിയോട് സംസാരിക്കുന്നതിനിടെ ബസ് വന്ന് ഇരുവരും കയറി. എങ്ങു നിന്ന് ഓടിപ്പാഞ്ഞ് അഞ്ജലിയും വന്ന് കയറി. തുടരും.